എന്താ എന്തു പറ്റി? എന്താ സന്ദീപേ, എന്തു പറ്റി? വല്യമ്മാവൻ ഏതോ ക്ഷേത്രത്തിൽ നിന്ന് പഞ്ചാമൃതം കൊണ്ടുവന്ന് ദേവൂട്ടി കൊടുത്തു. ദേവൂട്ടിക്ക് അത് വയറിന് പിടിച്ചില്ലാന്ന് തോന്നുന്നു, ഛർദിച്ചു. അയ്യോ മോളെ, ഡോക്ടറെ കാണണോ? ഇപ്പൊ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്നാ പിന്നെ ലേറ്റ് ആക്കണ്ട. മാനേജർ മേഡം പറഞ്ഞില്ലല്ലോ നമ്മുടെ ആദ്യത്തെ ഓണത്തിന് തനിക്ക് ഞാൻ എന്ത് ഗിഫ്റ്റാ നൽകേണ്ടതെന്ന്. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് മൂകാംബിക ദേവി തന്നോ? എന്താ അത്? ഓ, ഞാൻ തന്നെയാണല്ലേ. തനിക്ക് മാത്രമല്ല, മൂകാംബിക ദേവി എനിക്കും വിലപ്പെട്ടൊരു ഗിഫ്റ്റ് തന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണല്ലോ. ദേവൂട്ടി എന്ന ഗിഫ്റ്റ്. അല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ. നമ്മുടെ ആദ്യത്തെ ഓണമല്ലേ ഇത്, അത് നമുക്ക് അടിച്ചു പൊളിക്കണം. പറ, എന്താ ഞാൻ നിനക്ക് സമ്മാനമായിട്ട് തരേണ്ടത്? ശരി, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. കണ്ടോ മാഡം, ഗർഭിണിയായ ഭാര്യയെ ഒരു നിമിഷം പോലും സന്ദീപ് സാറിന് പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. ഏത് നേരവും ഇപ്പൊ ദേവൂട്ടിക്കടുത്താ സന്ദീപ് സാറ്. അല്ല, ഈ സമയത്ത് ഗർഭിണിയായ ഏതൊരു പെണ്ണും ഭർത്താവിന്റെ സാമീപ്യം ആഗ്രഹിക്കുമല്ലോ, അല്ലേ മാഡം? അവള് കുറച്ചു നേരമായി കഥ പറച്ചിട്ട് തുടങ്ങിയിട്ട്. അവനോട് എന്റെ കുറ്റം പറഞ്ഞ് രസിക്കുകയായിരിക്കും. പണ്ട് കുട്ടിക്കാലത്ത് ഫ്രണ്ട്സുമായിട്ട് ഓണം ആഘോഷിക്കുമ്പോ ഞാനായിരുന്നു സ്ഥിരം മാവേലി. എന്താടോ താൻ ചിരിച്ചു കളഞ്ഞത്? ഞാൻ പറഞ്ഞ സത്യമാ. ഞാൻ മാവേലി വേഷം കെട്ടിയല്ലേ ഓണക്കളി സക്സസ് ആവുന്ന ഫ്രണ്ട്സൊക്കെ പറയാറ്. കണ്ടില്ലേ മാഡം, തമാശ പറഞ്ഞ് ഭാര്യയെ രസിപ്പിക്കുക സാറ്. ഓ, പാട്ടെ കോമഡി. മാഡത്തിന് ഇത് ട്രാജഡിയും. എന്ത് പറ്റിയോളൂ? കണ്ടോ, എന്റെ മാവേലി വേഷത്തെ കളിയാക്കി ചിരിച്ചത് സാക്ഷാൽ മാവേലിക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല. അതാ തന്റെ വയറ് വലങ്ങിയത്. ലുക്ക് മാഡം, ലുക്ക്. സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഗർഭിണിയായ ഭാര്യയുടെ വയറി തടവുന്ന ഭർത്താവ്. ഓ, വാട്ടേ റൊമാൻറ്റിക് സീൻ. ശകുന്തളേ, എന്നോട് ചൂടായിട്ട് എന്താ കാര്യം? ഞാൻ ഇതിലെന്ത് പഴച്ചു? ആ, ഇനി മാഡം നോക്കിക്കോ. സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഭാര്യയുടെ വയറിൽ ചെവിയോർത്ത് കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് കേൾക്കുന്ന ഭർത്താവിന്റെ സീനും നമുക്കിപ്പോ കാണാം. അപ്പൊ വയറിന്റെ വേദന മാറി ഇപ്പൊ നടുവിനാണോ വേദന? രാവിലെ ഛർദിച്ചതിന്റെ ആവും. നോക്കട്ടെ, ഞാൻ തടവി തരാം. കണ്ടോ മാഡം, ഗർഭത്തിന്റെ ലക്ഷണം തന്നെയാ ഈ നടുവേദന. ഇതിൽ നിന്നും ദേവൂട്ടി ഗർഭിണിയാണെന്ന് ഇപ്പോഴെങ്കിലും മാഡത്തിന് മനസ്സിലായല്ലോ. രാവിലെ വൊമിറ്റ് ചെയ്തതിന്റെ ആയിരിക്കും ഈ പെയിൻ.
നമുക്കിനി ഇവിടെ നിൽക്കണ്ട, അകത്ത് പോലും സംസാരിക്കാം. വാ. മാഡം, ഇനിയാണ് ഞാൻ പറഞ്ഞ സീൻ. അത് പുറത്തു വെച്ചാകണ്ടാന്ന് ദേവൂട്ടി പറഞ്ഞു കാണും. അതാ രണ്ടുപേരും അകത്തേക്ക് വലിഞ്ഞത്. അങ്ങോട്ട് ചെന്നാലേ മാഡത്തിനിപ്പോ ഞാൻ പറഞ്ഞതുപോലെ ദേവൂട്ടിയുടെ വയറ്റിൽ ചെവി ചേർത്ത് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ആസ്വദിക്കുന്ന സന്ദീപ് സാറിനെ കാണാം. നീ ഒന്ന് നിർത്തുന്നുണ്ടോ ശകുന്തള? അവളുടെ ഒരു ദൃക്സാക്ഷി വിവരണം. ഈശ്വര, എന്തൊക്കെയാ ഞാൻ ഈ കാണേണ്ടി വരുന്നേ? ഇല്ല, ദേ, നീ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ ആ കുഞ്ഞെന്തായാലും ജീവനോടെ ഉണ്ടാവില്ല. അതെ, അത് തന്നെയാ ഞാൻ പറയാൻ വന്നത്. ദേവൂട്ടിക്ക് ഒരു കുഞ്ഞ് ജനിച്ചാ പിന്നെ സന്ദീപ് സാറ് മാഡത്തിന് തീർത്തും വകവയ്ക്കാതെ ആവും. പിന്നെ ദേവൂട്ടിയെ പിരിഞ്ഞൊരു ജീവിതം ഉണ്ടാവില്ല നമ്മുടെ സന്ദീപ് സാറിന്. ഇല്ല, അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിക്കാൻ പാടില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആ ഗർഭം കലക്കണം മാഡം. മാഡം കൂടെ നിന്നാ സംഗതി ഞാൻ കലക്കി തരാം. ദേ, ചുമ്മാ വാചകം അടിക്കാതെ നീ അതൊന്ന് ചെയ്ത് കാണിക്ക്. അങ്ങനെ നീ ചെയ്താ നിനക്ക് ഞാൻ ദേ 5 അല്ല വേണ്ട, 1 പവൻ സ്വർണം തരാം. തനി തങ്കം. ഈസ് ഇറ്റ് ട്രൂ മാഡം? എനിക്കിത് വിശ്വസിക്കാമോ? വാക്ക് പറഞ്ഞ മാറ്റുന്നവളല്ല ഈ ശ്രീകല. സംഗതി സക്സസ് ആയെന്ന് ഉറപ്പായ ആ നിമിഷം പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ദേവൂട്ടിയുടെയും സന്ദീപ് സാറിന്റെയും ആദ്യത്തെ ഓണമാ ഈ വരാൻ പോകുന്നത്. ദേവൂട്ടിയുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ ആദ്യത്തെയും അവസാനത്തെയും ഓണം. തിരുവോണത്തിന്റെ അന്ന് രാവിലെ മാഡം പറഞ്ഞ തനി തങ്കം സുമാർ 1 പവൻ എടുത്തു വെച്ചോളൂ. അതിനു മുൻപ് ദേവൂട്ടിയുടെ ഗർഭം ഞാൻ അലസിപ്പിച്ചിരിക്കും. ഈ ശകുന്തളയാ മാഡത്തിന് വാക്ക് തരുന്നത്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. മോളെ, രണ്ടുപേരും കൂടി ഓണത്തപ്പനെ വരവേൽക്കുകയാണല്ലേ? കൊള്ളാം. നിങ്ങൾ രണ്ടുപേരെയും കണ്ടപ്പോ അമ്മയും മോളും ചേർന്ന് പൂക്കളം ഇടുന്നത് പോലെ എനിക്ക് തോന്നിയത്.